ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ നമ്മളൊരു 12 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGSന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അത് ഒരു 5 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നാളെ തൊട്ടിട്ട്, അതായത് 20-ാം തീയതി, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 19-ാം തീയതി ആയിരിക്കും. 20-ാം തീയതി മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അതായത് നാളെ 20-ാം തീയതി ഞാൻ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്ത് ചെയ്യും, ഈ പറയണ ടൈം ടേബിൾ അപ്ലോഡ് ചെയ്യും. 5 ദിവസം ഇതേ ടൈം ടേബിൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇവിടെ വീഡിയോയുടെ ചാനലിൽ നമ്മുടെ വീഡിയോ ഉണ്ട്, അത് കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അപ്പൊ അതിൽ 5 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതന്നെ ആയിരിക്കും നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാവുക. അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര്, അല്ലെങ്കിൽ ആ ടൈം ടേബിൾ കുറയ്ക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വന്നിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ടൈം ടേബിൾ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും ഇത്രയും ടോപ്പിക് പഠിക്കാൻ പറ്റില്ല, ചിലപ്പോൾ SCRT ചിലർക്ക് കൂടുതൽ വേണം, അല്ലെങ്കിൽ കുറച്ച് മതി, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യും. എന്നിട്ട് ടൈം ടേബിൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം നിങ്ങളുടെ ആവശ്യം പോലെ ഇരിക്കും കേട്ടോ. നിങ്ങൾ എത്രത്തോളം പറയുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും. അന്ന് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഡെയിലി ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ്സ് ഇടാന്ന്. ഇഷ്ടംപോലെ കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബേസിലാണ് ഇപ്പൊ ഞാൻ ഡെയിലി ടൈം ടേബിൾ ഇടാന്ന് വെച്ചത്. കാരണം ഞാൻ എഫേർട്ട് ഇടണമല്ലോ, ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് റിവിഷൻ ടൈം തന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തന്നിട്ട് വേണമല്ലോ ഞാൻ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എഫേർട്ട് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആവശ്യം പോലെ ഇരിക്കും ഞാൻ ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി. കമന്റ് ഒക്കെ ഞാൻ എല്ലാവരുടെയും വായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ടൈം ടേബിൾ എന്തെങ്കിലും മാറ്റം വരുത്തണം, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, 6-ാമത്തെ ദിവസം തൊട്ടിട്ട് വീണ്ടും ഈ ടൈം ടേബിളിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയൊരു തിരുത്തൽ വരുത്തിയിട്ട് എന്ത് ചെയ്യാം, 6-ാമത്തെ ദിവസം പുതിയതായിട്ട് വേറെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ ഈ ഒരു 5 ദിവസത്തെ നിങ്ങളുടെ ഡെമോ പോലെ നിങ്ങൾ കാണുക. ഡെമോ ടൈം ടേബിൾ ആക്കിയിട്ട് 5 ദിവസം കാണാം. പഠിക്കാൻ പറ്റുന്നുണ്ടോ, റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ, ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഈ 5 ദിവസം. അല്ല പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. ഇതിലിപ്പോ നമ്മുടെ ടൈം ടേബിളില് ഫുൾ സിലബസ് കവേർഡ് ആയിരിക്കും. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ എല്ലാ നോട്ട്സ് ഞാൻ കുറേ മാസങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് എന്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ നോട്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് വേണം, ഇതിന്റെയൊക്കെ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് എന്റെ ടെലിഗ്രാം ചാനൽ പബ്ലിക് അല്ല, പ്രൈവറ്റ് ആണ്. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ്, യൂട്യൂബ് ചാനലിലെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ എന്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കിട്ടുള്ളൂ. കാരണം ഒരു 90 പേര് മാത്രമേ ഉള്ളൂ ആ ഒരു ചാനലിൽ. അവര് ഇന്നും രാവിലെ ഞാൻ നോട്ട് ഇടുന്നുണ്ട്, അത് അവർ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് കമന്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അത് 89 രൂപയാണ്. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ടെലിഗ്രാം ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ലിങ്ക് കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ആ ലിങ്ക് കിട്ടാത്തവരാണെങ്കിൽ എനിക്ക് ഇതേപോലെ കമന്റ് ഇട്ടാൽ മതി, ഞാൻ പേഴ്സണലായിട്ട് ലിങ്ക് അയച്ചു തരാം. ഓക്കെ. അതെല്ലാ നോട്ട്സും, കറണ്ട് അഫെയറും ഭരണഘടന എല്ലാത്തിൻ്റെ നോട്ടും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം മെമ്പർഷിപ്പിന്റെ. ഓക്കെ. 89 റുപ്പീസ് ആണ്. നിങ്ങളത് അടച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ആ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും PSC ബുള്ളറ്റിനാണെങ്കിലും എല്ലാ നോട്ട്സും അതിൽ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഓക്കെ, നമ്മുടെ ഈ ടൈം ടേബിളിൽ ഫുൾ സിലബസ് കവേർഡ് ആയിരിക്കും. ഞാനൊരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കൊരു 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇതിപ്പോ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നുള്ളൊരു ലിങ്ക്, ജൂണിൽ നമുക്ക് സിലബസ് തീർക്കണമല്ലോ. പിന്നെ SCRT കറണ്ട് അഫേഴ്സ് ഉണ്ടാവും, അത് 2024, 25, 26 ഉണ്ടാവും. പിന്നെ റിപ്പീറ്റ് റിവിഷൻ ഉണ്ടാവും. പിന്നെ 5 ഇയർ ബാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഉണ്ടാകുമല്ലോ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും, PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഇപ്പൊ 530 അല്ലെങ്കിൽ 51/2023 അല്ലെങ്കിൽ 42/2022 അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഉണ്ടാകുമല്ലോ. ആ കോഡായിരിക്കും ഞാൻ ടൈം ടേബിളിൽ തരുന്നുണ്ടാവുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണം വർക്ക്ഔട്ട് ചെയ്യാൻ. അതല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ
ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്താലും കുഴപ്പമില്ല. ഞാനത് ടൈം ടേബിൾ തരുന്ന സമയത്ത് തരുന്നുള്ളൂ. ഫസ്റ്റ് ദിവസത്തെ ടൈം ടേബിളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഒരു ദിവസം ഇത്രയും ടൈം ടേബിളിൽ ടോപ്പിക് വരുന്ന സമയത്ത് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നാളെ 1.5 മണിക്കൂർ ആക്കുക, പിന്നെ അതിന്റെ അടുത്ത ദിവസം 2 മണിക്കൂർ ആക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ കയറി വരും. അല്ലാണ്ട് ഫസ്റ്റ് ദിവസം തന്നെ ഒരു 8 മണിക്കൂർ പഠിക്കാതിരിക്കുക പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മുടെ ആ സമയം വേസ്റ്റ് ആയി പോവുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 5 ഇയർ ബാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. പിന്നെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും. ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഞാൻ കുറെ ആയി അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നു. പക്ഷെ അതെനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ റെസ്ട്രിക്ഷൻസ് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് ഡിലീറ്റ് ആക്കുന്നത്. ഞാൻ മിക്കവാറും ഒരു 2 ദിവസത്തിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ആ ഹോട്ട് ടോപ്പിക്സും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ പറയുന്നുണ്ട്. ആ കോഡ് നിങ്ങൾ അനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. PSCയുടെ ഒഫീഷ്യൽ സൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ ടൈം ടേബിളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇതിൽ പറയാം. നമ്മുടെ മാത്സില് ലസാഗു ഉസാഗിയാണ് ടോപ്പിക് വരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ മാത്സ് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല. ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം എടുത്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, എന്നിരുന്നാലും ഒരു ടോപ്പിക് ഫിനിഷ് ആയതിനു ശേഷം, ഇപ്പൊ മാത്സിൽ ലസാഗു ഉസാഗിയാണല്ലോ, ആ ലസാഗു ഉസാഗ തീർത്തതിന് ശേഷം വേറൊരു ടോപ്പിക് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസോ പെർസെൻറ്റേജോ ഏതെങ്കിലും. ഈ ഒരു ടോപ്പിക് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ വേറൊരു ടോപ്പിക് എടുക്കാൻ ചെയ്യരുത്. അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്യരുത് എന്നല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ ഒരു ടോപ്പിക് കുറച്ച് പഠിച്ചു പിന്നെ പെർസെൻറ്റേജിൽ കുറച്ച് പഠിക്കുക, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കുറച്ച് പഠിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് ഈ ടോപ്പിക് ഫുൾ കവറായി ഇതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് നമുക്ക് അത്രയും പഠിക്കും. അത് ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കിയാലേ ആയത് എനിക്ക് പഠിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ മാത്സിലാണെങ്കിൽ അടുത്ത ടോപ്പിക് എടുക്കുക. മാത്സിൽ എന്നല്ല, എല്ലാ വിഷയത്തിലും. ഇപ്പോൾ നമ്മുടെ ഈ SCRT അടിച്ചാലും അതുപോലെ കറണ്ട് അഫയർ അടിച്ചാലും ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക് ഫിനിഷ് ആയതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ടോപ്പിക്കോടെ പെൻഡിങ് ആവും. പിന്നെ അടുത്തത് കേരളം അടിസ്ഥാന വിവരങ്ങളാണ്. അത് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി നോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കിട്ടും, ടെലിഗ്രാമിൽ PDF കിട്ടും. അതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് തന്നെ. യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസും വ്യൂസ് ഒക്കെ നിറയെയുള്ള വീഡിയോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ പോയി കണ്ടിട്ട് നോട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അതിൽ PDF എവിടുന്നാലും കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ കയ്യിൽ വേറെ നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിച്ചാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ന്യൂ SCRT ആണ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ ആണ് പേലിയുടെ ഗ്രാമം. അത് കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പൊ നിങ്ങൾ അത് ഞാൻ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് കുഞ്ഞു ചാപ്റ്റർ എടുത്തത് കേട്ടോ. അപ്പൊ അത് കുഞ്ഞു ചാപ്റ്റർ പെട്ടെന്ന് തീരുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ 2025 ജനുവരി 1 to 15 വരെയുള്ള കറണ്ട് അഫേഴ്സ്. ഈ 1 to 15 ഞാൻ കൊടുക്കാൻ കാരണം ഒരു ദിവസം കൊണ്ട് പഠിക്കാന്ന് പറയുമ്പോൾ അത് കറണ്ട് അഫേഴ്സ് നമുക്ക് നീങ്ങില്ല. നമുക്ക് 2024, 25, 26 പഠിക്കണമല്ലോ. ആദ്യം 25 പഠിക്കുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, 24 പിന്നെ പോവും, പിന്നെ 26 അങ്ങനെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. 25 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്രയും പെട്ടെന്ന് 25 തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് തീർക്കുക, പിന്നെ റിവിഷനിലോട്ട് പോവുകയല്ലേ. ഓക്കെ, അപ്പോൾ ഡേ 1 ടൈം ടേബിൾ ഇതാണ്. ഞാൻ ഈ ടൈം ടേബിൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ രാവിലെ ഒരു എത്ര മണിക്കാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു രാത്രി 10 മണിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഏതാ സമയം പറയുന്നത് വെച്ചാൽ ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, രാവിലെ വേണമെങ്കിൽ രാവിലെ, ഇല്ല രാത്രി ആണെങ്കിൽ രാത്രി. ഓക്കെ അല്ലേ? ഏത് സമയത്താണ് നിങ്ങൾ പഠിക്കാന്ന് എനിക്ക് അറിയില്ലല്ലോ. രാത്രി പഠിക്കുന്നവരുണ്ടാവും, രാവിലെ പഠിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ വിചാരിക്കണോ രാവിലെ അപ്ലോഡ് ചെയ്യാന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈം ടേബിൾ ഇതാണ്. ഡേ 1 എന്ന് പറയുമ്പോൾ നാളെയാണ്, 20-ാം തീയതിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 20-ാം തീയതി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഡേ 1 ടൈം ടേബിൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ SCRT നിങ്ങൾ നല്ലോണം വായിക്കുക. റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റാങ്ക് ഫയൽ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് വേണം റാങ്ക് ഫയൽ പഠിക്കാൻ വേണ്ടിയിട്ട്.
പല റാങ്ക് ഫയലിലും പല തെറ്റുകളും ഉണ്ട്. ലക്ഷ്യം അണിച്ചാലും ടാലന്റ് അണിച്ചാലും തെറ്റുകളുണ്ട്. അത് എന്ത് ചെയ്യണം, തെറ്റുകൾ അതേപോലെ പഠിക്കരുത്. തെറ്റ് തിരുത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? SCRT അണിച്ചാലും സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ അതേപോലെ വായിക്കാമില്ല. എവിടെയെങ്കിലും ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിലും തെറ്റുകൾ ഉണ്ടാവാം. ഒക്കെ തിരുത്തിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കിട്ടും, അവൈലബിൾ ആയിരിക്കും. അത് 2025 വൊക്കാസ്പീഡിയ പറഞ്ഞ ചാനലിലൊക്കെ ആ ടെലിഗ്രാം ചാനലിൽ കറണ്ട് അഫയേഴ്സ് അവൈലബിൾ ആയിരിക്കും. അത് വേണമെങ്കിൽ അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.